Okay, students, let's continue. Arnold gave paramount importance to culture, which only could, according to him, find a remedy for the abject materialism of the Victorian era. Essays in Culture and Anarchy details his concept of culture. In it, he defines culture as the study of perfection. Arnold was a social and political critic who had deep insight into culture and society. At the same time, his critique of culture is closely related to the literary ideals. He puts culture against anarchy, which he uses to denote the state of Victorian England. Arnold classifies the English society into barbarians, the Philistines, and the populace. The barbarians are the aristocrats or noble who, despite being highly sophisticated externally, suffer from lack of philosophy. The Philistines are the middle class who are highly materialistic but equally capable of creating a collective movement of culture. If properly educated and humanized, the populace is the working class who are exploited by both the other classes. They are still raw and blind, says Arnold. ഓക്കെ നൗ ലെറ്റ്സ് എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ. അർണോൾഡ് കൾച്ചറിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ള എസ്സേ നമ്മുടെ മാത്യു അർണോൾഡ് എഴുതിയിട്ടുണ്ട്. അർണോൾഡ് ഗേവ് എ പാരമൗണ്ട് ഇമ്പോർട്ടൻസ് ടു കൾച്ചർ. അർണോൾഡ് ഗേവ് വെരി ഇമ്പോർട്ടൻസ് ടു കൾച്ചർ വിച്ച് ഓൺലി കുഡ് അക്കോർഡിംഗ് ടു ഹിം ഫൈൻഡ് എ റെമഡി ഫോർ ദ അബ്ജക്റ്റ് മെറ്റീരിയലിസം ഓഫ് ദ വിക്ടോറിയൻ ഇറ. വിക്ടോറിയൻ ഇറയിലുള്ള ആ ഒരു മണി മൈൻഡിങ് അല്ലേ, ആ ഒരു മെറ്റീരിയലിസ്റ്റിക് മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു വിക്ടോറിയൻ ഇറയിലുള്ള ആ ഒരു സംഗതിക്ക് റെമഡിയായിട്ട് അദ്ദേഹം കണ്ടെത്തിയത്, ഒരു സൊല്യൂഷൻ കണ്ടെത്തിയത് കൾച്ചർ മാത്രമാണ്. വിക്ടോറിയൻ ഇറ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ നടന്നിട്ട് കുറച്ചും കൂടി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയി മാറി ജനങ്ങൾ, ഒന്നും കൂടെ പരിഷ്കരിച്ച ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ആൻറ്റി മെറ്റീരിയലിസ്റ്റിക് ആയിരുന്നു നമ്മുടെ മാത്യു അർണോൾഡ്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ആ ഒരു മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിനൊരു റെമഡി ആയിട്ടാണ് കൾച്ചറിന് കൂടുതൽ പ്രാധാന്യം ഊന്നിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ കൾച്ചർ ആൻഡ് അനാർക്കി പറഞ്ഞ എസ്സേയിലൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ധാരാളം പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് ഈസ് കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞ എസ്സേയിൽ അദ്ദേഹം കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ, അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറാണ് പറയുന്നത്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇൻ ഇറ്റ് ഹി ഡിഫൈൻസ് കൾച്ചർ ആസ് ദ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. അദ്ദേഹം ആ ഒരു എസ്സേയിൽ പറയുന്നുണ്ട്, അയാൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, കൾച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. കൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അർണോൾഡ് വാസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ക്രിറ്റിക് ഹൂ ഹാഡ് ഡീപ്പ് ഇൻസൈറ്റ് ഇൻ ടു കൾച്ചർ ആൻഡ് സൊസൈറ്റി. അർണോൾഡ് നല്ലൊരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ക്രിറ്റിക് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അഗാധമായ ഇൻസൈറ്റ് ഉണ്ട് കൾച്ചർ ആൻഡ് സൊസൈറ്റി. അറ്റ് ദ സെയിം ടൈം ഹിസ് ക്രിറ്റിക് ഓഫ് കൾച്ചർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് to his society, to his literary ideals, at the same time അതേസമയം critic of culture is closely related to the literary ideals. He puts culture against anarchy, which he uses to denote the state of Victorian England. അദ്ദേഹം കൾച്ചറിനെ അനാർക്കിക്ക്, അരാജകത്വത്തിനെതിരായിട്ട് അദ്ദേഹം പിടിച്ചു വെച്ച ഒരു വേർഡ്, അരാജകത്വത്തിനെതിരായിട്ട് അദ്ദേഹം യൂസ് ചെയ്തൊരു വേർഡ് തന്നെ കൾച്ചർ എന്നുള്ള ടേമാണ്. കാരണം വിക്ടോറിയൻ ഇംഗ്ലണ്ടിൻ്റെ അരാജകത്വത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം ഒരു ടേം ഉപയോഗിച്ചതാണ് കൾച്ചർ. കാരണം കൾച്ചർ ഉണ്ടായാൽ മാത്രമേ നന്നാവുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് സോഫിസ്റ്റിക്കേറ്റഡ് ആയി ജീവിച്ചു കഴിഞ്ഞാലൊന്നും ബെസ്റ്റായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല, നന്നാവില്ല എന്നാണ് പറയുന്നത്. കൾച്ചർ വേണം. കൾച്ചറിനാണ് നമ്മുടെ മാത്യു അർണോൾഡ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. കാരണം വിക്ടോറിയൻ ഇംഗ്ലണ്ട് ഇൻഡസ്ട്രിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ കുറച്ചും കൂടെ സങ്കീർണമായി ചിന്തിക്കാൻ തുടങ്ങി, സോഫിസ്റ്റിക്കേറ്റഡ് ആയി മാറാൻ തുടങ്ങി. കാരണം മെഷീനറികളൊക്കെ കണ്ടെത്തിയതിന് ശേഷം അവരൊന്നും കൂടി ഹൈലി ആയിട്ട് സോഫിസ്റ്റിക്കേറ്റ് ചെയ്തൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ജീവിതമൊക്കെ നയിക്കാൻ തുടങ്ങിയതുകൊണ്ട് അതിലൊന്നും ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, മാത്യു അർണോൾഡിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്യു അർണോൾഡ് ഒരു ആൻറ്റി മെറ്റീരിയലിസ്റ്റിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൾച്ചർ മുറുകെ പിടിച്ചുകൊണ്ട് ഇതിനെതിരായിട്ട് പോരാടി. ഓക്കെ.
Next, Arnold classifies the English society into barbarians, the Philistines and populace. അർണോൾഡ് ഇംഗ്ലീഷ് സൊസൈറ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ബാർബേറിയൻസ്, രണ്ട് ഫിലിസ്റ്റൈൻസ്, മൂന്ന് പോപ്പുലേസ്. ബാർബേറിയൻസ് ആർ ദ അരിസ്റ്റോക്രാറ്റ്സ് ഓർ നോബിൾസ് ഹൂ ഡെസ്പൈറ്റ് ബീയിങ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് എക്സ്റ്റേണലി. ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഹൈ ക്ലാസ്, അരിസ്റ്റോക്രാറ്റ്, കുലീന വർഗ്ഗക്കാർ, നോബിളായവർ, അവരേറ്റവും സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്നവർ, അവരെന്താണ് ബീയിങ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് എക്സ്റ്റേണലി. സോഫിസ്റ്റിക്കേറ്റഡ് സങ്കീർണമായിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുന്നവർ എന്നുള്ളൊരു ചിന്ത ഉള്ളവർ, അങ്ങനത്തെവരാണ്. സഫർ ഫ്രം ലാക്ക് ഓഫ് ഫിലോസഫി. ഇവർക്ക് എന്താണ് ഫിലോസഫീൻ്റെ കുറവുകൾ ഉണ്ടാവും, തത്വചിന്തയുടെ അഭാവം ഇവർക്ക് ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫിലിസ്റ്റൈൻസ് ആർ ദ മിഡിൽ ക്ലാസ്. ഒന്നാമത് ബാർബേറിയൻസ് ഹൈ ക്ലാസ്, രണ്ടാമത്തത് മിഡിൽ ക്ലാസ്. ഇവരാണ് എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ബട്ട് ഈക്വലി കേപ്പബിൾ ഓഫ്. അപ്പോൾ ഫിലിസ്റ്റൈൻസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ആണ്. അവർ അധികം മണി ഓറിയൻറ്റഡ് ആണ്. അവരെന്താണ് പക്ഷേ അവർ മിഡിൽ ക്ലാസ് ആണ്. എപ്പോഴും കൾച്ചർ മുറുകെ പിടിച്ച് കൊണ്ടുപോകണമല്ലോ, കാരണം അവരെപ്പോഴും ഒരു ബോധം ഉണ്ടാവും കൾച്ചറിനെ കുറിച്ചിട്ട്. അവർ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹ്യൂമനൈസ്ഡ് കേട്ടോ. പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷനും ഹ്യൂമനൈസ്ഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഫിലിസ്റ്റൈൻസ് ആണ് കൾച്ചർ കൾട്ടിവേറ്റ് ചെയ്യുന്നവർ എന്നാണ് പറയുന്നത്. ദ പോപ്പുലേസ് ഈസ് ദ വർക്കിംഗ് ക്ലാസ് ഹു ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ ബോത്ത് ദ അതർ ക്ലാസ്സസ്. പോപ്പുലേസ് ആണ് ഏറ്റവും വർക്കിംഗ് ക്ലാസ്, പണിയെടുത്ത് മാത്രം ജീവിക്കുന്ന തൊഴിലാളികൾ, അടിമ വേല ചെയ്യുന്നവർ. ഇവരാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തത് മറ്റ് രണ്ട് ക്ലാസ്സിനാലും, ബാർബേറിയൻസിനാലും ഫിലിസ്റ്റൈൻസും. എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത് ആരെയാണ്? പോപ്പുലേസിനെ. ഏറ്റവും മൂന്നാമത്തെ ആ ഒരു ഭാഗത്തിന്. ദേ ആർ സ്റ്റിൽ റോ ആൻഡ് ബ്ലൈൻഡ് സെയ്സ് അർണോൾഡ് ഇവരെക്കുറിച്ച് പറഞ്ഞത് റോ ആൻഡ് ബ്ലൈൻഡ് എന്നാണ്. ഇവരാണ് പച്ചയായിട്ടുള്ള ജീവിതം പണിയുന്നവർ, ഇവരാണ് ബ്ലൈൻഡ് എന്നാണ് അർണോൾഡ് ഇവരെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് കൾച്ചറിൽ എന്തൊക്കെ പോയിൻ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അർണോൾഡ് ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു കൾച്ചർ, ഒന്നാമത്തെ പോയിന്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ കൾച്ചർ ആൻഡ് അനാർക്കി എന്ന എസ്സേയിൽ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറിനെ കുറിച്ച്. എസ്സേൻ്റെ പേര് ഓർമ്മ വേണം, കൾച്ചർ ആൻഡ് അനാർക്കി. അർണോൾഡ് ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു കൾച്ചർ. അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ട് എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചർ ആസ് ദ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. കൾച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ക്രിറ്റിക് ആയതുകൊണ്ട് തന്നെ അർണോൾഡ് ഹാഡ് ഡീപ്പ് ഇൻസൈറ്റ് ഇൻ ടു കൾച്ചർ ആൻഡ് സൊസൈറ്റി. അർണോൾഡിന് ഡീപ്പായിട്ടുള്ളൊരു ഇൻസൈറ്റ് ഉണ്ട് കൾച്ചറിനും സൊസൈറ്റീനെയൊക്കെ കുറിച്ചിട്ട്. ഓക്കെ, പിന്നെന്താണ് നെക്സ്റ്റ് പോയിന്റ്? അദ്ദേഹം കൾച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വെച്ചൊരു അനാർക്കി എന്നുള്ളൊരു ടേമാണ് ഉപയോഗിച്ചത് അല്ലേ. ഹി പുട്സ് കൾച്ചർ എഗെയിൻസ്റ്റ് അനാർക്കി. ആരുടെ അടുത്താണ് അരാജകത്വം ഉണ്ടായിരുന്നത്? വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന അരാജകത്വത്തിനെതിരെ അദ്ദേഹം വെച്ച ടേമാണ് കൾച്ചർ. പിന്നെ ഇതിൽ മൂന്നായിട്ട് ഇംഗ്ലീഷ് സൊസൈറ്റീനെ നമ്മുടെ അർണോൾഡ് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബാർബേറിയൻസ്, ഫിലിസ്റ്റൈൻസ്, പോപ്പുലേസ്. ബാർബേറിയൻസ് ആണ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ജീവിക്കുന്നവർ, അരിസ്റ്റോക്രാറ്റ്സ്, നോബിൾ എന്നറിയപ്പെടുന്നത്. ഇവർക്ക് എന്ത് കുറവായിരിക്കും? ഫിലോസഫി, തത്വചിന്ത കുറവായിരിക്കും. രണ്ടാമത്തെ തരം ഫിലിസ്റ്റൈൻസ്, മിഡിൽ ക്ലാസ് ആണ്. ഇവരാണ് ഏറ്റവും കളക്റ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ദി കൾച്ചർ. കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, പ്രോപ്പർ എഡ്യൂക്കേഷനും ഹ്യൂമനൈസൊക്കെ ആയിക്കഴിഞ്ഞാൽ കൾച്ചർ കൾട്ടിവേറ്റ് ചെയ്യാനാണ് ഫിലിസ്റ്റൈൻസ് ആണ്. മൂന്നാമത്തത് പോപ്പുലേസ്. ദേ വർ ദ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ. ദേ വർ എക്സ്പ്ലോയിറ്റഡ് ബൈ ദി ബാർബേറിയൻസ് ആൻഡ് ഫിലിസ്റ്റൈൻസ്. ഓക്കെ, അപ്പോൾ അർണോൾഡ് ഇവരെക്കുറിച്ച് ഫിലിസ്റ്റൈൻസിനെ ആരെക്കുറിച്ചാണ് റോ ആൻഡ് ബ്ലൈൻഡ് എന്ന് അർണോൾഡ് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലേസിനെ കുറിച്ചാണ്. ഓക്കെ, Philistines believe that progress originates from material prosperity and riches. Against this material outlook, Arnold proposes a realization of culture. Culture, says Arnold, is a study of perfection. It moves by force, not merely or primarily of the scientific passion for the pure knowledge, but also the moral and social passion for doing good. All great literature of all time and places are treasure house of culture. The
parochialism and narrowness of vision like that of Victorian England will not aid us in our pursuit of perfection, which is all culture about. To him, culture is the harmonious perfection in which both beauty and intelligence are present, which unite the noble ideals of sweetness and light. In this regard, that is, making sweetness and light part or elements or perfection, culture is like poetry. നോക്ക്, അപ്പം നമ്മൾ ഇംഗ്ലീഷ് സൊസൈറ്റിനെ മൂന്നായിട്ട് തരംതിരിച്ചു. ആ കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ കൾച്ചർ ഇല്ലാത്ത എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ നമ്മുടെ അർണോൾഡ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് നമ്മൾ ഫിലിസ്റ്റൈൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫിലിസ്റ്റൈൻസ് ബിലീവ് ദാറ്റ് പ്രോഗ്രസ് ഒറിജിനേറ്റ് ഫ്രം മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ആൻഡ് റിച്ചസ്. പക്ഷേ എപ്പോഴും മിഡിൽ ക്ലാസ് എപ്പോഴും പണിയെടുത്ത് പൈസ ഉണ്ടാക്കാനുള്ളൊരു ചിന്താഗതി ഉള്ളവരായിരിക്കും. പക്ഷേ അവർ തന്നെയാണ് കൾച്ചറും കൾട്ടിവേറ്റ് ചെയ്യണതെന്ന് അർണോൾഡ് പറഞ്ഞു ആദ്യം തന്നെ. പക്ഷേ ഫിലിസ്റ്റൈൻസ് ബിലീവ് ചെയ്യണത് പ്രോഗ്രസ് ഉണ്ടാവണത് ഏതിലൂടെയാണ്? മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയിലൂടെയും റിച്ചസിലൂടെയാണ്. കാരണം മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്ക് റിച്ച്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഫിലിസ്റ്റൈൻസ്. എഗെയിൻസ്റ്റ് ദിസ് മെറ്റീരിയൽ ഔട്ട്ലുക്ക്, നമുക്ക് ഓൾറെഡി അറിയാം അർണോൾഡ് ആൻറ്റി മെറ്റീരിയലിസ്റ്റിക് ആണ്. മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫിനോട് അധികം താല്പര്യമില്ലാത്ത ആളാണ് നമ്മുടെ മാത്യു അർണോൾഡ്. നമുക്ക് ഓൾറെഡി അറിയാം. അർണോൾഡ് പ്രപ്പോസസ് എ റിയലൈസേഷൻ ഓഫ് കൾച്ചർ. അതുകൊണ്ട് അർണോൾഡ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് കൾച്ചറിനെ അറിയാമെന്നുള്ളതാണ്. അർണോൾഡ് കൾച്ചർ എന്നുള്ളതിനെക്കുറിച്ച് അർണോൾഡ് പറഞ്ഞത് എന്താണ്? എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. മറക്കരുത് ഈ ഒരു പോയിന്റ്. അക്കോർഡിംഗ് ടു അർണോൾഡ്, കൾച്ചർ മീൻസ് എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. കൾച്ചർ മീൻസ് എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ, നോട്ട് ദി പോയിന്റ്. അക്കോർഡിംഗ് ടു അർണോൾഡ്, കൾച്ചർ മീൻസ് എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. ഇറ്റ് മൂവ്സ് ബൈ ദ ഫോഴ്സ് നോട്ട് മിയർലി പ്രൈമർലി ഓഫ് ദ സയൻറ്റിഫിക് ഫാഷൻ ഓഫ് പ്യുവർ നോളജ്. ഇതൊരിക്കലും സത്യസന്ധമായ നോളജിൻ്റെ ഒരു വികാരമല്ല, ബട്ട് ഓൾസോ ദ മോറൽ ആൻഡ് സോഷ്യൽ പാഷൻ ഫോർ ഡൂയിങ് ഗുഡ്. അതും കൂടെ ഉൾപ്പെട്ടാൽ കംപ്ലീറ്റ് ആവും. ഓക്കെ, വെറും ഒരു അറിവ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള വികാരം, സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവ് മാത്രമല്ല കൾച്ചർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിനെന്തും കൂടെ വേണം, മോറൽ ആൻഡ് സോഷ്യൽ പാഷൻ ഫോർ ഡൂയിങ് ഗുഡ്. നല്ലത് ചെയ്യാനുള്ള മൊറാലിറ്റി, വാല്യൂ ആയിട്ടുള്ള ഒരു പാഷൻ വേണം. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, മനസ്സിലായോ? പ്യുവർ നോളജിലേക്ക് മോറൽ ആൻഡ് സോഷ്യൽ പാഷൻ ഫോർ ഡൂയിങ് ഗുഡ്, നന്മ ചെയ്യാനുള്ള മോറൽ ആൻഡ് സോഷ്യൽ പാഷനും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓക്കെ. ഓൾ ഗ്രേറ്റ് ലിറ്ററേച്ചർ ഓഫ് ഓൾ ടൈം ആൻഡ് പ്ലേസസ് ആർ ട്രഷർ ഹൗസ് ഓഫ് കൾച്ചർ. എല്ലാ ഗ്രേറ്റ് ലിറ്ററേച്ചറും ഓരോ കാലഘട്ടത്തിനും ലിറ്ററേച്ചർ ഉണ്ടാവും. എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ പ്ലേസിൻ്റെയും ലിറ്ററേച്ചറാണ് കൾച്ചറിൻ്റെ ട്രഷർ ഹൗസ്. അത് നമുക്ക് പറയാൻ പറ്റും. ഓരോ കാലഘട്ടത്തിലും ലിറ്ററേച്ചർ എഴുതും. അപ്പോൾ ഓരോ കാലഘട്ടത്തിലെ വേഷവിധാനങ്ങൾ, ഓരോ കാലഘട്ടത്തിലെ സംസ്കാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററേച്ചർ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാലഘട്ടത്തിലെ സംസ്കാരം, കൾച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെ ന്യൂജൻ കൾച്ചർ നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാലത്തെ ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ മുമ്പത്തെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുമ്പത്തെ കവിതകളിലൂടെ മുമ്പത്തെ വേഷവിധാനങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് അദ്ദേഹം പറയാൻ കാരണം കൾച്ചർ എന്ന് പറഞ്ഞത് സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ ആണ്, നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾ ഗ്രേറ്റ് ലിറ്ററേച്ചർ ഓഫ് ഓൾ ടൈം ആൻഡ് പ്ലേസസ്, എല്ലാ ലിറ്ററേച്ചറിനും ഓരോ കാലഘട്ടത്തെയും എല്ലാ പ്ലേസിൻ്റെയും ലിറ്ററേച്ചറാണ് ട്രഷർ ഹൗസ് ഓഫ് കൾച്ചർ. നമുക്ക് എവിടെ നിന്നാണ് കൾച്ചർ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നാണ് അർണോൾഡ് പറയുന്നത്. കൾച്ചറാണ് സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്ലേസസിൻ്റെയും ലിറ്ററേച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൾച്ചർ നമുക്ക് പഠിക്കാൻ പറ്റും. സോ പരോക്യലിസം ആൻഡ് നാരോനെസ് ഓഫ് വിഷൻ like that of Victorian England will not aid us in our pursuit of perfection, which is all culture about. എന്താ പറഞ്ഞത്? നമ്മുടെ പരോക്യലിസം പറഞ്ഞാൽ ലിമിറ്റഡ് ആൻഡ് നാരോ ഔട്ട്ലുക്ക് തന്നെയാണ് കേട്ടോ. പരോക്യലിസം ലിമിറ്റഡ് ആൻഡ് നാരോ ഔട്ട്ലുക്ക്, ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി. പരോക്യലിസം, നാരോനെസ് ഓഫ് വിഷൻ ലൈക്ക് ദാറ്റ്. വിക്ടോറിയൻ ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്ക് ഒരിക്കലും എന്തുണ്ടാക്കാൻ പറ്റില്ല, നമ്മളെ എയ്ഡ് ചെയ്യാൻ സാധിക്കില്ല, നമ്മളെ ലീഡ് ചെയ്യാൻ സാധിക്കില്ല. ഇൻ അവർ പെർസ്യൂട്ട് ഓഫ് നമ്മൾ ഉദ്ദേശിച്ച ആ പെർസ്യൂട്ടിലേക്ക് ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച ആ പെർഫെക്ഷൻ ആണ് കൾച്ചറിനാൽ ഉണ്ടാവണ
കൾച്ചറിനാൽ ഉണ്ടാവണം ആ പെർഫെക്ഷൻ. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കണം. പരോക്കിയലിസം ആൻഡ് നാരോനെസ് ഓഫ് വിഷൻ ലൈക്ക് ദാറ്റ് ഓഫ് വിക്ടോറിയൻ വിക്ടോറിയൻ ഇംഗ്ലണ്ടിൻ്റെ ആ നാരോനെസ് കൊണ്ടും, ഈ പരോക്കിയലിസത്തിൻ്റെ മീനിങ് എന്താണ്? നാരോനെസ് ആണ്, ഇടുങ്ങിയ ചിന്താഗതി. ഈ വിക്ടോറിയൻ ഇംഗ്ലണ്ടിൻ്റെ ഇടുങ്ങിയ ചിന്താഗതിക്ക് ഒരിക്കലും വിൽ നോട്ട് എയ്ഡ്, നമ്മളെ ലീഡ് ചെയ്യാൻ സാധിക്കില്ല ഇൻ അവർ പെർസ്യൂട്ട് ഓഫ് പെർഫെക്ഷൻ. നമ്മൾ എന്ത് തേടിയാണ് പോണത്? കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടി പെർഫെക്ഷൻ വേണം. ഈ പെർഫെക്ഷനിലേക്ക് നയിക്കാൻ ഒരിക്കലും വിക്ടോറിയൻ ഇംഗ്ലണ്ടിൻ്റെ ഇടുങ്ങിയ ചിന്താഗതിക്ക് സാധിക്കില്ല. വിച്ച് ഈസ് ഓൾ കൾച്ചർ അബൌട്ട്. കൾച്ചർ എന്നുള്ള ആ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും വിക്ടോറിയൻ ചിന്താഗതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. വിക്ടോറിയൻ ഇംഗ്ലണ്ട് മെറ്റീരിയലിസ്റ്റിക് ആണ്, അതെപ്പോഴും എന്താണ്, എപ്പോഴും ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, പരോക്കിയലിസ്റ്റ് ആണ്, നാരോനെസ് ആണ്. ഇവർക്കൊരിക്കലും നമ്മളെ പെർഫെക്ഷനിലേക്ക് ലീഡ് ചെയ്യാൻ സാധിക്കില്ല. ടു ഹിം, അക്കോർഡിംഗ് ടു അർണൾഡ്, കൾച്ചർ ഈസ് ദ ഹാർമോണിയസ് പെർഫെക്ഷൻ ഇൻ വിച്ച് ബോത്ത് ബ്യൂട്ടി ആൻഡ് ഇൻ്റലിജൻസ് ആർ പ്രസൻറ്റ്. നമ്മുടെ അർണോൾഡ് പറയുന്നുണ്ട്, കൾച്ചർ, ഇത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, മനസ്സിലാക്കി പഠിക്കും വേണം. കൾച്ചർ എന്ന് പറഞ്ഞത് ഒരു ഹാർമോണിയസ് പെർഫെക്ഷനാണ്, ഒരു കൂട്ടായ്മയാണ്, പെർഫെക്ഷൻ്റെ ഒരു ഹാർമണിയാണ്. ഇൻ വിച്ച് ബോത്ത് ബ്യൂട്ടി ആൻഡ് ഇൻ്റലിജൻസ് ആർ പ്രസൻറ്റ്. അതിലെന്തൊക്കെ ഉണ്ട്? ബുദ്ധിയുണ്ട്, സൗന്ദര്യവും പ്രസൻ്റ് ആണ് അതിൽ. വിച്ച് യുണൈറ്റ് ദ നോബിൾ ഐഡിയൽസ് ഓഫ് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ്. അതെന്തിലേക്കാണ്? അത് നമ്മളെ ഒരു സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ്, അത് അദ്ദേഹം ഉപയോഗിച്ചൊരു ടേമാണ് കേട്ടോ, ഇത് മറക്കരുത്. ഈ ഒരു ടേം സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് എന്നുള്ള ടേമാണ് അദ്ദേഹം ബ്യൂട്ടി ആൻഡ് ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ആ യുണൈറ്റ് നോബിൾ ഐഡിയൽസ് ആയിട്ട് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു ഇത് അണ്ടർലൈൻ ചെയ്യുക. കൾച്ചർ ഈസ് ദ ഹാർമോണിയസ് പെർഫെക്ഷൻ ഇൻ വിച്ച് ബോത്ത് ബ്യൂട്ടി ആൻഡ് ഇൻ്റലിജൻസ് ആർ പ്രസൻറ്റ് വിച്ച് യുണൈറ്റ് ദ നോബിൾ ഐഡിയൽസ് ഓഫ് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ്. ഇനി നോക്കൂ, അതിൻ്റെ ഒന്നുകൂടെ ഒരു എക്സ്പ്ലനേഷൻ നോക്കട്ടെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേം. സ്വീറ്റ്നെസ് ഈസ് ബ്യൂട്ടി ആൻഡ് ലൈറ്റ് ഈസ് ഇൻ്റലിജൻസ്. എഴുതി വെക്കണേ. സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയാണ്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നാലാണ് എന്ത് കിട്ടുക? ഒരു എസെൻഷ്യൽ ക്യാരക്ടർ ഓഫ് ഹ്യൂമൻ പെർഫെക്ഷൻ കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചോ, സ്വീറ്റ്നെസ് ഈസ് ബ്യൂട്ടി ആൻഡ് ലൈറ്റ് ഈസ് ഇൻ്റലിജൻസ് ആൻഡ് ടുഗദർ ദേ മേക്ക് എസെൻഷ്യൽ ക്യാരക്ടർ ഓഫ് ഹ്യൂമൻ പെർഫെക്ഷൻ. ഓക്കെ, ആൻഡ് ടുഗദർ ദേ മേക്കപ്പ് എസെൻഷ്യൽ ക്യാരക്ടർ ഓഫ് ഹ്യൂമൻ പെർഫെക്ഷൻ. സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയാണ്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻ്റ് ആണ്. സ്വീറ്റ്നെസ്സും ലൈറ്റും ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്യൂട്ടിയും ബുദ്ധിയും സൗന്ദര്യവും കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു എസെൻഷ്യൽ ക്യാരക്ടർ ഉണ്ടാക്കാൻ പറ്റും ഹ്യൂമൻ പെർഫെക്ഷൻ്റെ. ത്രൂ ദിസ് വി ഗോട്ട് കൾച്ചർ. അതിലൂടെ നമുക്ക് കൾച്ചർ ഉണ്ടാക്കാൻ പറ്റും. ഇൻ ദിസ് റിഗാർഡ് മേക്കിംഗ് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് പാർട്ട് ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് പെർഫെക്ഷൻ. പെർഫെക്ഷൻ ഉണ്ടാക്കാനുള്ള എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ പെർഫെക്ഷൻ്റെ പാർട്ടുകളാണ് എന്തൊക്കെ? സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു ലൈൻ എന്താ പറയുന്നത്? ഇൻ ദിസ് റിഗാർഡ് ദാറ്റ് മേക്കിംഗ് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് പാർട്ട് ഓർ എലമെൻറ്റ്സ് ഓഫ് പെർഫെക്ഷൻ. സ്വീറ്റ്നെസ് ആൻഡ് ബ്യൂട്ടി ആർ ദ പാർട്ട് ഓർ എലമെൻറ്റ്സ് ഓഫ് പെർഫെക്ഷൻ. പെർഫെക്ഷൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ്, അല്ലെങ്കിൽ ബ്യൂട്ടി ആൻഡ് ഇൻ്റലിജൻസ്. കൾച്ചർ ഈസ് ലൈക്ക് പോയട്രി. കൾച്ചർ പോയട്രി പോലെയാണ്. Next, use and function of poetry. Matthew Arnold had a very exalted notion of poetry. He believed that poetry is the religion of future. He opens his essay, The Study of Poetry, with a prophecy. This future of poetry is immense, because in poetry, were it worthy of its high destinies, or race as time goes on, will find an ever surer and surer stay. He designated poetry as the criticism of life. Arnold believed that mankind would return more to poetry to interpret life, to sustain itself and get consolation. Poetry must relate to the issues and problems of humanity in a philosophical and moral way. Echoing Wordsworth, Arnold also thought that science would be incomplete without poetry. Religion and philosophy would be replaced by poetry. Poetry is a combination of thought and art, where impostures or pretenders could not thrive. According to Arnold, what
humanity needs is best poetry, which alone has the power of forming, sustaining, and delighting us. Because this is very important. Arnold prescribed his famous touchstone method to find our best poetry. According to Arnold, the ultimate function of poetry is the noble and profound application of ideas to life under the conditions fixed by the laws of poetic truth and poetic beauty. Poetic truth refers to the realistic and truthful depiction of ideas and characters, whereas poetic beauty is the style and charm rendered by poetry. If and when these conditions are met, poetry becomes criticism of life. യൂസ് ആൻഡ് ഫങ്ഷൻ ഓഫ് പോയട്രി. പോയട്രിയുടെ യൂസും അതിൻ്റെ ഫങ്ഷനുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് എക്സ്പ്ലെയിൻ. മാത്യു അർണൾഡ് ഹാഡ് വെരി എക്സാൾട്ടഡ് നോഷൻ ഓഫ് പോയട്രിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടുള്ള ഒരു നോഷനാണ് നമ്മുടെ മാത്യു അർണൾഡിനുള്ളത്. ഹി ബിലീവ്ഡ് ദാറ്റ് പോയട്രി ഈസ് ദ റിലീജിയൻ ഓഫ് ഫ്യൂച്ചർ. പോയട്രിയാണ് ഫ്യൂച്ചറിൻ്റെ മതം എന്നാണ് നമ്മുടെ മാത്യു അർണൾഡ്. ഹി കമ്പയർഡ് പോയട്രി വിത്ത് റിലീജിയൻ. ഹി ഓപ്പൺസ് ഹിസ് എസ്സേ. അദ്ദേഹത്തിൻ്റെ വേറൊരു എസ്സേയിലെ ചില പോയിൻറ്റ്സാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. കൾച്ചറിനെ കുറിച്ച് പറഞ്ഞത് കൾച്ചർ ആൻഡ് അനാർക്കിയിലാണ്. ഇനി ഫങ്ഷൻ ഓഫ് പോയട്രി പറഞ്ഞത് സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ എസ്സേയിലാണ്. വിത്ത് പ്രൊഫസി, അതൊരു പ്രൊഫസി പോലെയാണ് പറഞ്ഞത്. ദിസ് ഫ്യൂച്ചർ ഓഫ് പോയട്രി ഈസ് ഇമ്മെൻസ്. പോയട്രിയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇമ്മെൻസ് ആണ്, അഗാധമാണ്. ബിക്കോസ് ഇൻ പോയട്രി, കാരണം എന്താണ്, പോയട്രിയിൽ വേർത്തി ഇൻ ഇറ്റ്സ് ഹൈ ഡെസ്റ്റിനീസ്, അതിൽ ഭയങ്കരമായിട്ടുള്ള ഗോൾസ് ഉണ്ട്. അവർ റേസ് ആസ് ടൈം ഗോസ് ഓൺ വിൽ ഫൈൻഡ് ആൻ എവർ ഷുവറർ ആൻഡ് ഷുവറർ സ്റ്റേ. നമുക്ക് ഏറ്റവും നല്ലൊരു ഫ്യൂച്ചർ, നമ്മുടെ റേസ്, നമ്മുടെ ആ ടൈമിനനുസരിച്ചുള്ള ഒരു കൾച്ചർ നമുക്ക് പോയട്രിയിലൂടെ കാണാൻ കഴിയുന്നത് തന്നെ. പോയട്രിയാണ് ഡെസ്റ്റിനി, പോയട്രിയാണ് ഫ്യൂച്ചർ ഓഫ് റിലീജിയൻ ഓഫ് ഫ്യൂച്ചർ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. വിൽ ഫൈൻഡ് എവർ ഷുവർ ആൻഡ് ഷുവറർ സ്റ്റേ. ഹി ഡെസിഗ്നേറ്റ് പോയട്രി ആസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പോയട്രിയാണ് ജീവിതത്തിൻ്റെ വിമർശനം. അർണോൾഡ് ബിലീവ്ഡ് ദാറ്റ് മാൻകൈൻഡ് വുഡ് റിട്ടേൺ മോർ ടു പോയട്രി. മാൻകൈൻഡ്, ഹ്യൂമൻ ബീയിങ്സ് പോയട്രിയിലേക്ക് തിരിച്ചു വരും. ടു ഇൻ്റർപ്രറ്റ് ലൈഫ്, ലൈഫിന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. ടു സസ്റ്റെയിൻ ഇറ്റ് സെൽഫ് ആൻഡ് ഗെറ്റ് കൺസലേഷൻ. അതിലവർ നിലനിൽക്കും, കൺസലേഷൻ പ്രാപിക്കും. പോയട്രി സമാധാനമാവും മനുഷ്യർക്ക്. പോയട്രി ലൈഫിന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പോയട്രി മനുഷ്യർക്ക് ആശ്വാസമാകും എന്നാണ് അർണോൾഡ് പറയുന്നത്. പോയട്രി മസ്റ്റ് റിലേറ്റ് ടു ദ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഹ്യൂമാനിറ്റി ഇൻ എ ഫിലോസോഫിക്കൽ ആൻഡ് മോറൽ വേ. പോയട്രി നമ്മുടെ ജീവിതത്തിലെ ഹ്യൂമാനിറ്റീൻ്റെ പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെ എല്ലാം ഒരു ഫിലോസഫിക്കലും മോറലുമായിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യും, റിലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പോയട്രിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രോബ്ലംസും ഇഷ്യൂസിനെയും ഒരു ഫിലോസഫിക്കൽ ആൻഡ് മോറൽ വേയിലൂടെ റിലേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയും? പോയട്രിക്ക് കഴിയും. സോ പോയട്രി ഈസ് ദ റിലീജിയൻ ഓഫ് ഫ്യൂച്ചർ. Arnold also thought that science would be incomplete without poetry. സയൻസ് വുഡ് ബി ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് പോയട്രി. സയൻസ് എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്. പോയട്രി ഇല്ലെങ്കിൽ സയൻസ് ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് പറയുന്നത്. റിലീജിയൻ ആൻഡ് ഫിലോസഫി വുഡ് ബി റീപ്ലേസ്ഡ് ബൈ പോയട്രി. റിലീജിയൻ ആൻഡ് ഫിലോസഫി, ഫിലോസഫിയും റിലീജിയനും ഫിലോസഫിയും, അതും എന്താണ്, തത്വചിന്തയും വുഡ് ബി റീപ്ലേസ്ഡ് ബൈ പോയട്രി. ഇതിനെല്ലാം പകരം വെക്കാൻ നമുക്ക് പോയട്രിനെ കൊണ്ടാവും. പോയട്രിക്ക് പകരം വെക്കാൻ സാധിക്കും അതും ഫിലോസഫിയും. പോയട്രി ഈസ് ദ കോമ്പിനേഷൻ ഓഫ് തോട്ട് ആൻഡ് ആർട്ട് വേർ ഇമ്പോസ്റ്റേഴ്സ് ആൻഡ് പ്രിറ്റൻഡേഴ്സ് കുഡ് നോട്ട് ത്രൈവ്. പിന്നെ അർണോൾഡ് ഓൾസോ തോട്ട് ദാറ്റ് സയൻസ് വുഡ് ബി ഇൻകംപ്ലീറ്റ്. സയൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല പോയട്രിയും കൂടി ഇല്ലാതെ. റിലീജിയൻ ആൻഡ് ഫിലോസഫി വുഡ് ബി റീപ്ലേസ് പോയട്രി. പോയട്രി ഈസ് ദ കോമ്പിനേഷൻ ഓഫ് തോട്ട് ആൻഡ് ആർട്ട്. പോയട്രി എന്ന് പറഞ്ഞത് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? ആർട്ടിൻ്റെയും ചിന്തയുടെയും കോമ്പിനേഷനാണ് പോയട്രി. അവിടെ എന്ത് സാധിക്കൂല? ഇമ്പോസ്റ്റേഴ്സ് ഓർ പ്രിറ്റൻഡേഴ്സ് പറഞ്ഞാൽ, ഇമ്പോസ്റ്റേഴ്സ് പറഞ്ഞാൽ വഞ്ചകർ കേട്ടോ. വഞ്ചകർക്കോ എന്താണ്, പ്രിറ്റൻഡേഴ്സ് അഭിനയിക്കുന്നവർക്കോ ഒരിക്കലും അവിടെ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കില്ല. പോയട്രി ശരിക്കും നോട്ട് ചെയ്യണം ഈ പോയിന്റ്. അക്കോർഡിംഗ് ടു അർണൾഡ്, പോയട്രി ഈസ് എ കോമ്പിനേഷൻ ഓഫ് തോട്ട് ആൻഡ് ആർട്ട്. പോയട്രി എന്ന് പറഞ്ഞത് ചിന്തയുടെയും ആർട്ടിൻ്റെയും ഒരു രൂപീകരണമാണ്, യൂണിഫിക്കേഷനാണ്, കോമ്പിനേഷനാണ്. വേർ അവിടെ ഇമ്പോസ്റ്റേഴ്സ് ഓർ പ്രിറ്റൻഡേഴ്സ് കുഡ് നോട്ട് ത്രൈവ്. ഒരിക്കലും വഞ്ചകർക്കോ അഭിനേതാക്കൾക്കോ അവിടെ ഒരിക്കലും മുന്നേറാൻ, അഭിവൃദ്ധി
ത്രൈവ് ചെയ്യാൻ സാധിക്കില്ല, അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കില്ല. അക്കോർഡിംഗ് ടു അർണൾഡ്, വാട്ട് ഹ്യൂമാനിറ്റി നീഡ്സ് ഈസ് ദ ബെസ്റ്റ് പോയട്രി വിച്ച് അലോൺ ഹാസ് ദ പവർ ഓഫ് ഫോമിങ്, സസ്റ്റെയിനിങ് ആൻഡ് ഡിലൈറ്റിങ് അസ്. അക്കോർഡിംഗ് ടു അർണോൾഡ് പറയുന്നത് എന്താണ്? ഹ്യൂമാനിറ്റിക്ക് വേണ്ടത് ബെസ്റ്റ് പോയട്രിയാണ്. അത് ഇതിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ദ പവർ ഓഫ് ഫോമിങ്, സസ്റ്റെയിനിങ് ആൻഡ് ഡിലൈറ്റ്. അതിന് മാത്രമേ നമ്മെ ഫോം ചെയ്യാനും നിലനിർത്താനും നമ്മളെ സന്തോഷിപ്പിക്കാനും സാധിക്കുള്ളൂ. ബെസ്റ്റ് പോയട്രിയാണ് ഹ്യൂമാനിറ്റിക്ക് വേണ്ടത്. അതിന് മാത്രമേ പവർ ഫോം ചെയ്യാനും പവർ സസ്റ്റെയിൻ ചെയ്യാനും നമ്മെ സന്തോഷിപ്പിക്കാനും സാധിക്കുള്ളൂ. ബിക്കോസ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അർണോൾഡ് പ്രിസ്ക്രൈബ്ഡ് ഹിസ് ഫേമസ് ടച്ച് സ്റ്റോൺ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ബെസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം ബെസ്റ്റ് പോയട്രിക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. ഈ ബെസ്റ്റ് പോയട്രി കണ്ടെത്താനുള്ളൊരു മെത്തേഡും കൂടി അദ്ദേഹം പറഞ്ഞു. ഇതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ദ ടച്ച് സ്റ്റോൺ മെത്തേഡ്. ഓക്കെ. According to Arnold, the ultimate function of poetry is the noble and profound application of ideas to life under the condition fixed by the laws of poetic truth and poetic beauty. ഇനി ഫംഗ്ഷൻ ഓഫ് പോയട്രി എന്താണ് അക്കോർഡിംഗ് ടു അർണോൾഡ് എന്നും കൂടിയാണ്. ഇപ്പോൾ യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് നമ്മെ പവർ ഓഫ് ഫോമിങ്, സസ്റ്റെയിനിങ് ആൻഡ് ഡിലൈറ്റിങ് അസ്. ഇതിൻ്റെ സബ്ഹെഡിങ് എന്താണ്? യൂസ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് പോയട്രിയാണ്. യൂസ് എന്താണ്? ഹ്യൂമാനിറ്റിക്ക് ബെസ്റ്റ് പോയട്രി ആവശ്യമാണ്. അതിന് മാത്രമേ ഹ്യൂമൻ ബീയിങ്സിൻ്റെ പവർ ഫോം ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനും ഡിലൈറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. ഇതാണ് യൂസ്. ഇനി നോക്കുക, നമ്മൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താ നോക്കുക. അക്കോർഡിംഗ് ടച്ച് സ്റ്റോൺ മെത്തേഡിലൂടെയാണ് ആ ഒരു ബെസ്റ്റ് പോയട്രി കണ്ടെത്താൻ സാധിക്കുക എന്നും പറഞ്ഞു. ഇനി അൾട്ടിമേറ്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യും. നോബിൾ ആൻഡ് പ്രൊഫൗണ്ട് അപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ് ടു ലൈഫ് അണ്ടർ ദ കണ്ടീഷൻ ഫിക്സഡ് ബൈ ലോസ് ഓഫ് പോയറ്റിക് ട്രൂത്ത് ആൻഡ് പോയറ്റിക് ബ്യൂട്ടി. നോബിൾ ആൻഡ് പ്രൊഫൗണ്ട്, അഗാധമായതും ഒരു ശ്രേഷ്ഠമായതുമായിട്ടുള്ള ഐഡിയാസ് അപ്ലൈ ചെയ്യുക ലൈഫിലേക്ക് എന്നുള്ളതാണ് പോയട്രിൻ്റെ ഫംഗ്ഷൻ. മനസ്സിലായോ? നോബിൾ ആൻഡ് പ്രൊഫൗണ്ട് അപ്ലിക്കേഷൻ, ശ്രേഷ്ഠമായതും അഗാധമായതുമായിട്ടുള്ള ഐഡിയാസ് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അണ്ടർ ദ കണ്ടീഷൻ ഫിക്സഡ് ബൈ ലോസ് ഓഫ് പോയറ്റിക് ട്രൂത്ത് ആൻഡ് പോയറ്റിക് ട്രൂത്ത്. ഏത് കണ്ടീഷനിൽ? പോയറ്റിക് ട്രൂത്തും പോയറ്റിക് ബ്യൂട്ടിയും വെച്ച് ആ ഒരു കണ്ടീഷനിൽ ലൈഫിലേക്ക് ഐഡിയാസ് അപ്ലൈ ചെയ്യുക. നോക്കൊന്നും കൂടെ. പോയറ്റിക് ട്രൂത്ത് റെഫേഴ്സ് ദ റിയലിസ്റ്റിക് ആൻഡ് ട്രൂത്ത്ഫുൾ ഡെപ്പിക്ഷൻ ഓഫ് ഐഡിയാസ്. പോയറ്റിക് ട്രൂത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയലായിട്ടും സത്യസന്ധവുമായിട്ടുള്ള ഡെപ്പിക്ഷനാണ് ഐഡിയാസിൻ്റെ. സത്യസന്ധമായതും റിയലായിട്ടുമുള്ള ആ ഒരു ചിത്രീകരണം ഐഡിയാസിനെയും ക്യാരക്ടേഴ്സിനെയും. അറ്റ് ദ സെയിം ടൈം പോയറ്റിക് ബ്യൂട്ടി ഈസ് ദ സ്റ്റൈൽ ആൻഡ് ചാം റെൻഡേർഡ് ബൈ ബ്യൂട്ടി. പോയറ്റിക് ബ്യൂട്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയട്രിയിലൂടെ ഉണ്ടാവുന്ന ആ ബ്യൂട്ടിനെസ്, ആ ഒരു ചാമ്, ആ ഒരു ഭംഗിയാണ് പോയറ്റിക് ബ്യൂട്ടി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈഫ് ആൻഡ് വെൻ ദീസ് കണ്ടീഷൻസ് ആർ മെറ്റ്. ഈ ഒരു കണ്ടീഷനിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ പോയട്രി എന്താവും? ക്രിറ്റിസിസം ഓഫ് ലൈഫായി മാറും. നല്ലൊരു കണ്ടീഷനിലൂടെ കവിത ജീവിതത്തിൻ്റെ വിമർശനമായിട്ട് മാറും നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഫങ്ഷൻ ഓഫ് പോയട്രി എന്താണ്? നോബിൾ ആൻഡ് പ്രൊഫൗണ്ട് അപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ് ടു ലൈഫ്. ശ്രേഷ്ഠമായ ഐഡിയകൾ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? പോയറ്റിക് ട്രൂത്തിനാലും പോയട്രിക് ബ്യൂട്ടിയാലും കണ്ടീഷൻ ചെയ്ത് വെച്ച ലൈഫിലേക്ക്. ഓക്കെ. പോയറ്റിക് ട്രൂത്ത് റെഫേഴ്സ് എ റിയലിസ്റ്റിക് ആൻഡ് ട്രൂത്ത്ഫുൾ ഡെപ്പിക്ഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ക്യാരക്ടേഴ്സ്, whereas പോയറ്റിക് ബ്യൂട്ടി ഈസ് എ സ്റ്റൈൽ ആൻഡ് ചാം റെൻഡേർഡ് ബൈ ബ്യൂട്ടി. പോയറ്റിക് ട്രൂത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഡെപ്പിക്ഷൻ ഐഡിയാസിൻ്റെ. പോയറ്റിക് ബ്യൂട്ടി പറഞ്ഞാൽ ആഫ്റ്റർ പോയട്രി, പെർഫെക്റ്റ് പോയട്രിയോട് കിട്ടുന്ന ആ ഒരു ബ്യൂട്ടി. ഓക്കെ, താങ്ക് യു ആൾ.